DGP MR അജിത് കുമാർ ഇങ്ങനെയായിരിക്കണം ഇനി അജിത് കുമാറിനെ നമ്മൾക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരിക. പൂരം കലക്കൽ, RSS കൂടിക്കാഴ്ച തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി വന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ ഒരു സ്ഥാനക്കയറ്റത്തിന് ശുപാർശ നൽകിയത് സ്ക്രീനിംഗ് കമ്മിറ്റി ആയിരുന്നല്ലോ, അത് മന്ത്രിസഭ അംഗീകരിച്ചോ? ഇനി ആരാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക? D ബിനോയ്. തീർച്ചയായും സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയ ഒരു പട്ടികയുണ്ട്. ആ പട്ടിക തസ്തിക ക്രമപ്പെടുത്തൽ എന്നാണ് ഇതിൽ പറയുന്ന പദം. ആ തസ്തിക ക്രമപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ ഒഴിവ് വരുന്ന അതനുസരിച്ച് അദ്ദേഹത്തിന് ഏത് തസ്തികയാണ് നൽകുക എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കും. കാരണം നിലവിൽ ഇപ്പോൾ DGP ആയിട്ടുള്ള ആള് അതായത് ജൂലൈയിൽ വിരമിക്കുന്നുണ്ട്. ആ പോസ്റ്റ് നൽകുമോ, അതല്ലാതെ അഗ്നിശമന അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ DGP, അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ DGPയും വിരമിക്കുന്നുണ്ട്. ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് പേരാണ് മെയ് ജൂൺ മാസങ്ങളിലായി വിരമിക്കുന്നത്. മെയ് ജൂലൈ മാസങ്ങളിലായി വിരമിക്കുന്നത്. ഈ തസ്തികകളിൽ ഏതെങ്കിലും ഒന്ന് നൽകേണ്ടതായിട്ട് വരും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റി നൽകിയ ലിസ്റ്റിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. നിലവിൽ നൽകിയ ലിസ്റ്റിൽ ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ പേര് മാത്രമാണ് പരിഗണിക്കുന്നത്. MR അജിത് കുമാറിന് സ്ഥാനക്കയറ്റം, DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം. UPSC ആണ് ഇനി അതിൻ്റെ അന്തിമമായ തീരുമാനം എടുക്കേണ്ടത്. അതൊരു സാങ്കേതികമായ തീരുമാനം മാത്രമായിരിക്കും. MR അജിത് കുമാർ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് നടുവിലൂടെ യാത്ര ചെയ്തു വന്ന വ്യക്തിത്വം. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള വിവാദ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത്, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദ പ്രശ്നങ്ങൾ മറുഭാഗത്ത്, PV അൻവർ MLA ഭാഗത്തു നിന്ന് വന്ന ആരോപണങ്ങളാൽ ശ്രദ്ധേയനായ വ്യക്തിത്വം. പിന്നീട് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതടക്കമുള്ള കാര്യങ്ങളിലൂടെ CPIM-നെയും LDF-നെയും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിച്ചുവെന്ന് വിലയിരുത്തപ്പെട്ട വ്യക്തിത്വം. പക്ഷേ ഇപ്പോൾ MR അജിത് കുമാർ DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. ഇനി UPSCയുടെ അംഗീകാരം മാത്രമാണ് അതിൽ വേണ്ടത്. D ബിനോയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.